നമസ്കാരം. കുറച്ചു കാലം മുമ്പ് നമ്മൾ കേരളീയർ സംസാരിച്ച തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സംഭവിച്ച ഒരു വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പുതിയ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഉം. കേരളം വളരെ ആകാംക്ഷയോടും വളരെ കൗതുകത്തോടും കേട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരു സമയം. അന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന കെ സുധാകരൻ അദ്ദേഹവുമായി ഏറ്റുമുട്ടിയെന്ന കാര്യവും കോൺഗ്രസിലെ കുറേ പേര് കെ സുധാകരന്റെ പക്ഷം ചേർന്ന് പറയുന്നു, കുറച്ച് പേര് പിണറായിയുടെ പക്ഷം ചേർന്ന് പറയുന്നു. ആ സമയത്താണ് പിണറായിയുടെ വളരെ കൗതുകരമായ ഒരു പരാമർശം ഉണ്ടായത്. എൻ്റെ ഒരു പ്രത്യേക ഏക്ഷൻ എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് പേര് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ വെറും തള്ളാണ് തള്ളുന്നത് എന്ന് പറഞ്ഞിരുന്നു. കാരണം കെ സുധാകരനെ ഒരു പ്രത്യേക ഏക്ഷൻ വഴി കീഴടക്കി എന്നാണ് പിണറായി വിജയൻ അന്ന് കേരളത്തോട് പറഞ്ഞിരുന്നത്. അപ്പോൾ സുധാകരൻ തിരിച്ച് കാട്ടിയ പരാക്രമങ്ങളും അന്ന് ആ ഗ്രൂപ്പുകൾ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിതറുകയും വലിയ ചർച്ച കേരളത്തിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാലം ഏറെ ചെന്നിട്ട് അപ്പോൾ അന്ന് മുതൽക്ക് സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു വലിയ ഒരു സിംഹമായി വാസ്തവത്തിൽ കണ്ണൂരുകാരും കേരളീയരും കൊണ്ട് നടന്നിരുന്നു, ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒടുവിലാണ് അദ്ദേഹം KPCC പ്രസിഡന്റായി മാറുന്നതും. ശക്തനാണ്, കരുത്തനാണ്, കണ്ണൂരിലെ പാർട്ടി അകത്തളങ്ങളിലേക്ക് പോലും പോരാടി വിജയം നേടിയവനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യം സംഭവിച്ചിരിക്കുക. അപ്പോൾ ഒരു നമുക്കതിനകത്ത് എതിർപ്പുകളൊന്നുമില്ല. വളരെ കരുത്തനായ നേതാവ് തന്നെയാണ് കെ സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതം തന്നെ അതിന് തെളിവാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഊതിപ്പെരിപ്പിച്ചിരുന്ന വിഷയം, ആ പ്രത്യേക ആക്ഷൻ്റെ വിഷയം, അന്ന് നമ്മൾ പിണറായിയെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അത് അന്ന് പിണറായി ഈ ആക്ഷൻ വഴി, പ്രത്യേക ആക്ഷൻ വഴി സുധാകരനെ തോൽപ്പിച്ചത് അന്നത്തെ തള്ളായിരുന്നില്ല എന്ന് എനിക്ക് ഇന്ന് തോന്നുന്നു. കാരണം തള്ളായിരുന്നെങ്കിൽ ആ സുധാകരനെയാണ് നമ്മൾ അന്ന് സുധാകരൻ ഈ പറഞ്ഞതുപോലെ സുധാകരൻ പിണറായിക്കെതിരായി നിന്നുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ പോരാടിയിരുന്നുവെങ്കിൽ ആ പോരാട്ട വീര്യം സുധാകരനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കണ്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. അന്ന് പിണറായി വിജയനായിരുന്നു ശരി. ആ ആക്ഷനിൽ സുധാകരൻ വീണുപോയിരുന്നിരിക്കണം. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ റിലേറ്റ് ചെയ്യണം രണ്ട് സംഭവങ്ങളെ. കാരണം എന്ന് പറയുന്നത്, ഈ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ ഇത്രയും കരുത്തുറ്റൊരു മനുഷ്യനായിരുന്നെങ്കിൽ ആ കരുത്തിൻ്റെ ഒരു അംശം, കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമാണ്, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. ഒന്നുകിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു, ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിക്കരുതായിരുന്നു. പക്ഷേ പോരാട്ടത്തിന് ഇറങ്ങി തിരിക്കുകയും അതിനുശേഷം 3-4 ദിവസം ഡൽഹി ചെന്ന് താമസിക്കുകയും മുറി അടച്ചിട്ടിരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടുന്ന് കണ്ണൂരിൽ നിന്നും കൊളുത്തിവിട്ട വാണങ്ങളൊക്കെ മോളിൽ ചെന്ന് പൊട്ടുന്ന മുമ്പ് അദ്ദേഹം അഭിപ്രായം മാറ്റി കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥിരതയില്ലാത്ത ഒരു സുധാകരനാണ് നമ്മൾ കണ്ടത്. ഈ സ്ഥിരതയില്ലായ്മയാണ് ഞാൻ പറഞ്ഞത്. അന്നൊരു പക്ഷേ നമ്മൾ സുധാകരനെ അനുകൂലിച്ചത് പിണറായി കയറിയെന്നുകൊണ്ട് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ പിണറായി ആയിരുന്നു ശരി എന്ന് പറയുന്നത്. പിണറായി അവിടെ മാത്രമല്ല, പല ശരികളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് വാസ്തവത്തിൽ പിണറായിയെ നമുക്ക് അനുകൂലിക്കേണ്ടി വരുന്നത് അദ്ദേഹം പറഞ്ഞ ശരികളെ ശരിയല്ല എന്ന് കരുതി ചില സമയങ്ങളിൽ നമ്മൾ തള്ളിക്കളയും, പിന്നീട് അത് ശരിയാണ് എന്ന് മാറുന്നത് കണ്ടിട്ടാണ്. നമുക്ക് അദ്ദേഹം ഈ ഒരു പരനാറി പ്രയോഗം നടത്തിയിരുന്നു. കേരളത്തിൽ വലിയ വിഷയങ്ങൾ ഒരു ചർച്ചകൾക്ക് വഴി കളിച്ചാണ് ഈ പരനാറി പ്രയോഗം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ, പാർട്ടി കണ്ണിൽ നോക്കുമ്പോൾ ആ പ്രയോഗം ഒരു പരിധി വരെ എനിക്കായാലും ശരി, എനിക്കെതിരെ ആയാലും ശരി, അത് നമ്മളത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഒരു ബിഷപ്പിനെ അദ്ദേഹം നികൃഷ്ട ജീവി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നിങ്ങൾ എടുത്തു നോക്കൂ. വിളിച്ചത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനാണ്. അതിന് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ട് പദങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരാളെ വിശേഷിപ്പിക്കാമോ എന്നുള്ള അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എങ്കിലും വളരെ നികൃഷ്ടമായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റം എടുത്തു നോക്കുക. ആരെയാണോ ഈ പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിച്ചത് ആ മനുഷ്യൻ്റെ, ഞാൻ പറയുന്നില്ല, കേരള സമൂഹത്തിന് മുന്നിലുണ്ട്, ആ മനുഷ്യൻ്റെ ചെയ്തികളെ നിങ്ങളൊന്നെടുത്ത് അനലൈസ് ചെയ്ത് നോക്കൂ. ഒരുപക്ഷെ നമ്മൾ ഈ മനസ്സുകൊണ്ടെങ്കിലും മോശപ്പെട്ട ചില വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ പ്രേരിക്കപ്പെടും. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു അവസരത്തിൽ മറ്റൊരു വൈദികനെ തന്നെ അദ്ദേഹം വിവരദോഷി എന്ന് വിളിച്ചിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ച എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ വിവരദോഷി, വികർഷജീവി, പരവാറി, ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരുപാട് പറഞ്ഞു വന്നാൽ അദ്ദേഹത്തിൻ്റെ പദങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ എന്തുമാണ് ഈ മനുഷ്യൻ, ഈ ഒരു ഇരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ എന്തൊക്കെ പദപ്രയോഗം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷേ ആ വിവരദോഷി എന്ന് വിളിച്ച മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾക്കകത്ത് ഞാൻ പത്രത്തിൽ വായിക്കുന്നു, ഈ ഡിജിറ്റൽ അറസ്റ്റിന് വഴങ്ങി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ പോയെന്നേ. എന്തെങ്കിലും സാമാന്യ സർക്കാർ ഇവിടെ ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഡിജിറ്റൽ അറസ്റ്റോ എന്നൊന്നില്ല.
നിങ്ങൾ അങ്ങനെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യരുത്, നിങ്ങളുടെ അക്കൗണ്ട്സ് അത് പിന്നെ ചോർത്തിക്കൊണ്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ ആ അറസ്റ്റിന് വഴങ്ങി കൊടുത്തു. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന്റെ വിവരം ഇല്ലായിരുന്നു. ഇത് പിണറായി നേരത്തെ കണ്ടു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ ഞാൻ പിണറായി ന്യായീകരിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഈ കെ സുധാകരനെ കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഈ ആക്ഷനും അത് സംബന്ധിച്ച വാർത്തകളും അന്നും ഞാൻ ഇന്ന് ഓർക്കുന്നു പിണറായി പറഞ്ഞതായിരിക്കാണല്ലോ ശരി. അത് ഞാൻ വേർന്നുകൊണ്ട് പറയുന്നതല്ല. സുധാകരന്റെ ഇന്നലത്തെ ആ പൂച്ചയെ പോലെയുള്ള, നമ്മൾ വലിയ സിംഹമെന്നല്ലേ പറഞ്ഞത്, ആ സിംഹക്കുട്ടി ഇന്നലെ മല്ലികാർജുൻ ഖാർഗെക്ക് മുന്നിൽ, കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ഇത്രയും പിന്നെ തലമൂത്ത കെ സുധാകരൻ എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹം മുട്ടിടിച്ച് മൂത്രമൊഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വാസ്തവത്തിൽ. അപ്പൊ അത് അദ്ദേഹത്തിനെ അനുകൂലിച്ചിരുന്ന ചില ആൾക്കാർ, അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ അനുകൂലിച്ചിരുന്ന അദ്ദേഹത്തെ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയം. കാരണം ഒന്നുകിൽ അദ്ദേഹം ഈ അറ്റംപ്റ്റിന് ഇറങ്ങരുതായിരുന്നു, ഇറങ്ങിയാൽ അത് അദ്ദേഹം കയറി വരണമായിരുന്നു. ഇപ്പോൾ ജി സുധാകരൻ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെച്ചു, പോരാടാൻ ഉറച്ചു, അതൊരു പോരാളിയാണെന്ന് തെളിയിച്ചു, അദ്ദേഹം പോരാട്ടം തുടർന്നു. ആ പോരാട്ടത്തിൽ തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളത് വേറെ വിഷയം. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം ഇപ്പോൾ ഇദ്ദേഹത്തും പറഞ്ഞിരുന്നത് എന്താണ്, ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും, ഇതിപ്പോ ആ സീറ്റ് കൊടുക്കും, സീറ്റ് കൊടുക്കാൻ അടുത്ത് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. നമ്മൾ ഈ പുരാണത്തിലൊക്കെ വരങ്ങൾ കൊടുത്തിട്ട് ചില സമയത്ത് വരങ്ങൾ ചോദിച്ചതിന്റെ പൊല്ലാപ്പ് പുരാണങ്ങൾ എത്രയോ കഥ ഞാനും നിങ്ങൾ വായിച്ചിരിക്കുന്നു. എന്നതുപോലെ ഇദ്ദേഹത്തിന് ഒരു വരം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. വരം അല്ലെങ്കിൽ വാഗ്ദാനം എന്നിരിക്കട്ടെ, ഇത് വാഗ്ദാനം കൃത്യസമയത്ത് സുധാകരൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം തരണം എന്ന്. അത് എന്താണ് കൊടുത്തതെന്നോ എന്താണ് കൊടുത്തില്ല എന്നുള്ളതൊന്നും നമുക്കറിയുന്നില്ല. രാഷ്ട്രീയമാണിത്. കാലം ചെല്ലുമ്പോൾ ഈ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതെ മാറും. കാലം ചെല്ലുമ്പോൾ ഞാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഞാൻ താഴെ തട്ടിലേക്ക് എത്തപ്പെടും. ഇതൊന്നും സുധാകരന് മനസ്സിലായില്ല. സുധാകരൻ ചോദിക്കുന്നു, കൊടുത്തില്ലെങ്കിൽ ഞാൻ അടുത്ത നിമിഷം റിബലായി മത്സരിക്കും, കോൺഗ്രസ് പാർട്ടി വിടും, 20ഓളം മണ്ഡലങ്ങൾ. ഇതൊക്കെ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ട കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. സുധാകരന്റെ തന്നെ അനുയായികളിൽ നിന്ന് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്ത വിവരങ്ങൾ വെച്ചിട്ട്, പത്രമാധ്യമങ്ങൾ ഇതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് ലഭ്യമായ സോഴ്സുകളെ വെച്ചുകൊണ്ട് അവർ പറയും സുധാകരൻ ഇവിടെ നേരിട്ട് ആരോടും സംസാരിച്ചില്ല. ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ഞാനിതൊക്കെ പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അത് മാധ്യമങ്ങളിലേക്ക് എത്താനും വിലപേശലിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളിൽ കൂടി താൻ ഇതാണ് പറയുന്നതെന്നും തൻ്റെ മനസ്സിതാണെന്നും മാധ്യമങ്ങളിൽ കൂടി അറിയിക്കാനും മാധ്യമങ്ങളിൽ കൂടി വിലപേശാനുമുള്ള ഏതൊരു നേതാവിൻ്റെയും ശ്രമം പോലെ സുധാകരൻ നടത്തി കാണും. അനുയായികളെ കൊണ്ട് ഇത് പറയിച്ചിരിക്കും. അങ്ങനെയാണ് 15-20 മണ്ഡലങ്ങളിൽ KS ബ്രിഗേഡ് എന്ന് പറയുന്ന സുധാകരൻ KPCC പ്രസിഡന്റായപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇതിനെ ഒരു കേഡർ സ്വഭാവമുള്ള പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ട് സെമി കേഡർ പോയിട്ട് കോൺഗ്രസിനെ ഇനി എന്ത് പറയാനാ, കേരള സ്വഭാവം ഇല്ലാന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ഉള്ള സ്വഭാവം കൂടെ പോയി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരുന്ന സുധാകരൻ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക്, പിടിവാശികളിലേക്ക് ചെന്നു. ഉറപ്പായും മാധ്യമങ്ങളിൽ 3-4 ദിവസം ഉറക്കം പിടിഞ്ഞ്, ഞാൻ വളരെ രസകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും. ഞാൻ ഇവിടെ തന്നെ ഒരു 4 ദിവസമായി ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഊണില്ല, ഉറക്കമില്ല, എല്ലാം തെരുവോരത്ത്, ഇതെല്ലാം കണ്ട് ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. സുധാകരൻ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉള്ളിൽ നിന്നൊരു പടപ്പുറപ്പാട് വരുന്നത്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുടെ മുന്നിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ അനുസരണയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ്, അനുസരണയോടെ തുടരും, എല്ലാ മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കും, പ്രസംഗിക്കും എന്ന് പറയുന്ന സുധാകരൻ എന്താ പറയുക? വാസ്തവത്തിൽ 48 മണിക്കൂറോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പട്ടിക വൈകിപ്പിക്കാനും ആ 48 മണിക്കൂറോളം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോട് തുടർന്ന് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരവുമാണ് ഈ പരമോന്നത സമിതി അംഗം നശിപ്പിച്ചു കളഞ്ഞത്. വാസ്തവത്തിൽ ഇയാളെ നമ്മളെങ്ങനെ നമ്പും, ഇയാളെ നമ്മളെങ്ങനെ പിന്തുണയ്ക്കും? ഇതാണോ രാഷ്ട്രീയം? പാർലമെന്ററി മോഹം ഈ വയസ്സുകാലത്തും എനിക്കുമുണ്ട് എന്നല്ലേ സുധാകരൻ തെളിയിച്ചത്? ആ പഴയ ഗൗരവവും പണപ്പുറപ്പാടും ഒന്നും ഇല്ല. ഇത് ആദ്യം അറിയുന്ന സുധാകരനാണ്. ഇതാ ഇന്നിപ്പോൾ തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുന്നു ക്ഷീണമുണ്ട്, മനസ്സിനും ശരീരത്തിനും ക്ഷീണമുണ്ട് പോലും. ഇതൊക്കെ അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലായിരുന്നു. ഈ ക്ഷീണം എന്തിനാണെന്നറിയുമോ? ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് നാട്ടുകാരെ വിളിച്ചറിയിക്കാനാണ് ഹൈക്കമാൻഡിൽ നിന്നും രക്ഷ തേടാനാണ് പറയുന്നത്. ഇപ്പോഴും വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള നേതാക്കളെയാണോ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. സുധാകരന് വിരുദ്ധമായി നിന്ന, പ്രതികൂലമായി നിന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത്തരം ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് സുധാകരന്റെ മറപറ്റി നിന്ന് ആ മറയിൽ കൂടി സീറ്റ് നേടിയെടുക്കാൻ പരിശ്രമിച്ചിരുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവരിങ്ങനെ പയറ്റി നിൽക്കുമ്പോൾ MK രാഘവൻ എടുക്കുക, അടൂർ പ്രകാശ് എടുക്കുക, ഇനിയിപ്പോൾ നാളെ വാദമായിട്ട് പുറത്തു വരും. SNDP അവിടുന്ന് ഒരിക്കലും ഇല്ലാതെ സന്യാസി സമൂഹം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ മറപറ്റി അവരെ പറയിപ്പിച്ച് സുധാകരന്റെ പിന്നിൽ നിന്നുകൊണ്ട് സീറ്റ് നേടിയെടുക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്.
അവർ നേരിട്ട് മുന്നോട്ട് വരുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, വലിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായതാരാ? കെ സുധാകരൻ. കോൺഗ്രസ് പാർട്ടി അലമ്പാക്കി കളഞ്ഞില്ലേ? വന്നൊരു ടെമ്പോ. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ എങ്കിൽ ഞാൻ പറയുകയാണ്, നമുക്കൊരു രാഷ്ട്രീയമായ ഒരു കൗതുകം ഉണ്ടല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, 2 മുന്നണി, 3 മുന്നണി, മൂന്നാമതൊരു മുന്നണി എമർജ് ചെയ്ത് വരുന്നു. അതിലും വലിയ വിഷയം, ആ വിഷയം വേറൊരു സമയത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പൊളിറ്റിക്കലി ഞാനും നിങ്ങളും കേരളത്തിൽ അങ്ങനെയാണ്, സാധാരണ രാഷ്ട്രീയ പ്രബുദ്ധരാണ് വാസ്തവത്തിൽ. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തിൽ വാസ്തവത്തിൽ മാനക്കേട് എന്ന് പറയുന്നത് സുധാകരന്റെ ഈ പ്രവൃത്തി തന്നെ ആയിപ്പോയി. കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പിണറായി വിജയനെ അന്ന് നമ്മൾ അയ്യോ ഈ പിണറായി വിജയൻ വെറുതെ തള്ളുകയാണല്ലോ എന്ന് പറഞ്ഞത് നമുക്കിന്ന് മോശമായിപ്പോയി. കാരണം ഈ സുധാകരൻ ഒരുപക്ഷെ അതും പിണറായിയെ ചവിട്ടിയിട്ടു, തള്ളിയിട്ടു, മറത്തി അടിച്ചു എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറും തള്ളായിരിക്കും വന്നേ. അപ്പോൾ വാസ്തവത്തിൽ ആ തള്ളിയാണ് സുധാകരൻ ഇന്നത്തെ ഒരു സിംഹമായി രൂപപ്പെട്ട് വന്നത് കോൺഗ്രസ്. ഞാൻ ഈ സമയത്ത് എൻ്റെ പിന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, കണ്ണൂരുള്ള കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കളെടുത്ത് ഞാൻ ഈ സമയത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, ക്രോസ് ഒക്കെ ഇരുന്നു, എന്താണ് സംഭവിക്കുക, അദ്ദേഹം പോയാൽ നിങ്ങളും പോകുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, സുധാകരേട്ടൻ പൊക്കോട്ടെ, പക്ഷെ നമ്മളിവിടെ തന്നെ നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം, കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിലുള്ള ആൾക്കാർ സുധാകരൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കണ്ണൂരിലേക്ക് വിളിച്ചിരുന്നു എന്നും 19 പേരെ വിളിച്ചു വന്നു. ആ 19 പേരിൽ ബഹുഭൂരിഭാഗം പേരും സുധാകരൻ തള്ളി പറഞ്ഞു എന്നാണ്. അപ്പോൾ സുധാകരൻ കെട്ടിയ മനക്കോട്ട എവിടെ? സുധാകരന്റെ ചിന്ത എവിടെ? സുധാകരൻ എത്ര ആൾക്കാർ അംഗീകരിക്കുന്നു, വിലമതിക്കുന്നു? കാലം കഴിഞ്ഞു എന്നേ, നിങ്ങളൊരു ഘട്ടം കഴിഞ്ഞു. അതുകൊണ്ടാണ് ചില പാർട്ടികൾ 75 വയസ്സ് എന്നുള്ളത് വയ്ക്കുന്നത്. എല്ലാവർക്കും നരേന്ദ്രമോദി ആകാനും എല്ലാവർക്കും പിണറായി വിജയനാകാൻ കഴിയുമോ? ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാവർക്കും കെ കരുണാകരനാകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇളവുകൾ വേണ്ടി വരും. കാരണം അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഒരു പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ, ഒരു പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ, രാജ്യത്തെ ഭരണം മുന്നോട്ട് നയിക്കാൻ ഒക്കെയുള്ള പലവിധ ആവശ്യങ്ങളിൽ ചില ഈ അതിമാനുഷ്യ സ്വഭാവമുള്ള ചിലരുണ്ടാവും. അവർക്കാണ് അംഗീകാരം. അല്ലാതെ ഈ എനിക്കും നിങ്ങൾക്കും ഒക്കെ തോന്നിയവനും വഴിപോക്കനും ഒക്കെ 75 ചില നിയമങ്ങൾക്ക് ഉപരിയായി എന്നെ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥമില്ല. അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ഒരാളായിരുന്നു സുധാകരനെങ്കിൽ സുധാകരൻ കോൺഗ്രസിന്റെ ഇന്ന് ഈ വഴി മുടക്കി കിടന്നേനെ. ഞാൻ പറഞ്ഞു അങ്ങനെ കിടക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. സ്വാഭാവികമായും ഈ വഴി മുടക്കണം എന്നുള്ള ചിന്തയെ എനിക്കില്ല. അവർ വരട്ടെ, കോൺഗ്രസ് നല്ലൊരു ഫൈറ്റ് കൊടുക്കട്ടെ, പിണറായി വിജയൻ നല്ലൊരു ഫൈറ്റ് കൊടുക്കട്ടെ, BJP മുന്നണി വരട്ടെ, ഒരു ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ടാവട്ടെ, എന്നിട്ടൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ. അല്ലാതെ ഇവിടെ വെളിവാക്കപ്പെടുന്നത് ചില നേതാക്കളെ, അത് ഈ ജി സുധാകരനായാലും ശരി, ഇവിടെ നിന്ന് എന്താണ് കെ സുധാകരനായാലും ശരി, ഇനി ജയരാജന്മാരായാലും ശരി, ആരായാലും ശരി, ചില ഘട്ടം കഴിഞ്ഞ് പോകുമ്പോൾ ചില ആൾക്കാരുടെ എന്താണ് വൈകാരികമായ ചില പാർലമെന്ററി മോഹങ്ങളുടെ താല്പര്യങ്ങളാണ് വാസ്തവത്തിൽ പുറത്ത് വരുന്നത്. അത് കീറി മുറിച്ചെടുത്ത് വെളിയിലിടാൻ ഇവർക്ക് മാധ്യമങ്ങൾക്ക് കഴിയുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നലെ വലിയ തമാശ ഉണ്ടായതെന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പല ചർച്ചകളിലും ഇന്നലെ പങ്കെടുത്തിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീർഘകാല മാധ്യമ രംഗത്ത് നിന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ആ സംഭവിച്ചതിന്റെ ഇമ്പാക്ട്സ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇന്നലെ ഇവിടുത്തെ മാധ്യമ വിശകലന സിംഹങ്ങളെല്ലാം കൂടി മിനിറ്റ് ബൈ മിനിറ്റ് സുധാകരന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. ആ അഭിപ്രായം നിങ്ങൾ ദയവായി അതൊക്കെ ഒന്നെടുത്ത് നോക്കണം. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു മിയർ വേസ്റ്റ് ഓഫ് ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ ആദ്യത്തെ 1 മണിക്കൂർ സുധാകരനെ ഒരു വലിയ ഒരു വ്യക്തിയായി എന്താ അട്ടിമറി സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് കണ്ട് വീഡിയോ ചെയ്തവർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ പ്ലേറ്റ് മാറ്റി നേരെ തിരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നമുക്കുമുണ്ട് വിഷയം. അല്ലേസി എന്നുള്ള പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും എല്ലാ പേർക്കും ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണ്, എങ്ങോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സുധാകരനെ അനുകൂലിച്ച് റോക്കറ്റ് വിട്ട അനുയായികൾ റോക്കറ്റ് വിടാൻ സംബന്ധിച്ച് അത് ഉള്ള അഭിപ്രായവും അവിടെ ചെന്ന് പൊട്ടു മുമ്പ് അദ്ദേഹം അഭിപ്രായം മാറ്റിയത് കൊണ്ട് അണികൾ പിന്നോട്ട് പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് ചുറ്റും ഒരു വലിയ വലയമുണ്ട് എന്ന് ഞാൻ വയസ്സ് ചെല്ലുന്ന സമയത്തും ഞാനത് അങ്ങനെ ചിന്തിച്ച് വശായാൽ സുധാകരനെ പറ്റിയ അമളി എല്ലാവർക്കും പറ്റും. ഇത് സുധാകരൻ എന്നല്ല, ഇത് വാസ്തവത്തിൽ അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ചില പിടിവാശികൾ ഇന്നലെ ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ ഒരുപാട് മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. കാരണം സുധാകരൻ ജയിച്ചു വന്നാൽ, സീറ്റ് കിട്ടിയാൽ, സ്വപ്നങ്ങൾ പലതാണ്. അതിൽ സന്തോഷിച്ച കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. സുധാകരൻ അതിൻ്റെ വശത്തോടെ നിൽക്കാം, അപ്പോൾ എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുധാകരനെ പിന്താങ്ങും എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഇടപെട്ട ആൾക്കാരുണ്ട്. വലിയ ചിലർ അകന്നുന്ന ആൾക്കാരുണ്ട്. ഒടുവിൽ പ്രവർത്തക സമിതി അംഗം AK ആന്റണി, ഞാനും ചിന്തിച്ചൊരു കാര്യമുണ്ട്. AK ആന്റണി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അദ്ദേഹം സുധാകരന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. AK ആന്റണി ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുമായിരിക്കാം, പക്ഷെ വളരെ
നമുക്ക് ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരിക്കും എ കെ ആന്റണിയുടെ കയ്യിൽ നിന്നും വരുന്നത്. ഇന്നിപ്പോൾ പുറത്തു വരുന്നു അതാണ്. അദ്ദേഹം ഒരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ അത് സുധാകരന് അനുകൂലമായിരുന്നില്ല, അത് കോൺഗ്രസിന് അനുകൂലമായിരുന്നു. ഇന്നലെ വരെ ചില റഫറിമാർ ഇടപെടുന്നത് ആ ഇടപെടേണ്ടുന്ന സമയത്ത് മാത്രമാണ്. എ കെ ആന്റണി ഒരുപക്ഷെ ഇടപെട്ടിട്ടുള്ളത് ആ സമയത്ത് മാത്രമാണ്. അതിനിടയ്ക്ക് എന്താണ് നമ്മുടെ വി ഡി സതീശന്റെ വക ഒരു കിറ്റ് ഭീഷണി. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. ഇത് രാഷ്ട്രീയമാണത്. നമ്മളൊരു 10 കൊല്ലം രാഷ്ട്രീയം നിൽക്കുമ്പോൾ പുതിയ ഒരു തലമുറ എമർജ് ചെയ്ത് വരുന്നു. അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ അടവുകൾ, നമ്മുടെ പഴയ കയ്യിലുണ്ടായിരുന്ന അടവുകളൊന്നും ഇപ്പോൾ വിലപ്പോവില്ല സ്വാഭാവികമായിട്ടും. അത് നമ്മളോട് മനസ്സിലാക്കണം. പുതിയ കാലമാണ്, പഴയ കാലമല്ല. അപ്പോൾ അത് ഒരുപാട് സ്വാധീനിക്കും. വളർന്നു വരുന്ന ഒരു ഘട്ടം കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇന്നും ആരോഗ്യ പറയുന്നുണ്ട്. എന്താണ് എൽദോസ് കുന്നപ്പള്ളി, പിന്നെ കോൺഗ്രസിലെ പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മയില്ല, ജോസഫ് വാഴക്കൻ, ഇങ്ങനെ ഒരുപാട് സീറ്റ് മോഹികളാണ് കോൺഗ്രസിലില്ലാത്തത് വാസ്തവത്തിൽ. അപ്പോൾ അവർക്ക് സീറ്റ് വേണം നിലനിൽക്കാറുണ്ട് കൊടുക്കുക. ഇപ്പോഴും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ സീറ്റ് അർഹതയുള്ള കോൺഗ്രസ് ഒരു കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാനാന്നേ, അവരെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളതാണ്, എവിടെ പിണങ്ങി പോയിട്ട് എന്ത് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിലാണ് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ നിൽക്കുന്നത്. എന്തായാലും സുധാകരൻ കാണിച്ചത് ഒരു വലിയ മര്യാദ കടായിപ്പോയി. എന്നോടല്ല, കേരളത്തോടുമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോടും. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് 48 മണിക്കൂറോളം ഇവരുടെ പട്ടിക ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്തിരിക്കുന്നു. പ്രവർത്തിക്കാനുള്ള സമയം ഇത്രയും വേസ്റ്റാക്കിയിട്ട് സുധാകരൻ മറുപടി വേണ്ടേ? വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി ഞാൻ പറയാം. നടപടി എടുക്കണമെന്നേ, ഇങ്ങനെയൊക്കെ പാർട്ടിയെ ഇത്തരത്തിൽ തൃശ്ശൂർ കുത്തി നിർത്തുന്ന ഒരാൾക്കെതിരെ നടപടി എടുക്കണം, തള്ളിക്കളയണമെന്നേ. സുധാകരനല്ല, ആരല്ല, BJP അല്ല, കോൺഗ്രസ് അല്ല, രാഷ്ട്രീയം ഇത്തിരി കൂടിയൊക്കെ ശുദ്ധീകരിക്കപ്പെടട്ടെന്നേ. വൈകിയ വേളയിൽ രാഷ്ട്രീയ കാലം ജീവിതകാലം മുഴുവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിന്ന് അതിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും സ്വീകരിച്ച് പണക്കൊഴുപ്പ് കൊണ്ട് തടിച്ചു പെരുകി ലാസ്റ്റിൽ വീണ്ടും തനിക്ക് അല്ലെങ്കിൽ തൻ്റെ അനുയായികൾക്ക് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പാർട്ടിയെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാത്ത ചില വഞ്ചനാപരമായ നടപടി എടുക്കുന്ന ആൾക്കാരെ ഇപ്പൊ മനസ്സിലാവും. സുധാകരൻ വെറും ഷൂ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി വാസ്തവം ചെയ്യേണ്ടത് നടപടിയാണ്. അതും കൂടി നാളെ ഒരുത്തൻ തലപൊക്കരുത്. ഇതാണെങ്കിൽ ഒരുപക്ഷെ എല്ലാ പാർട്ടികളും ഏറെക്കുറെ ശുദ്ധീകരിക്കപ്പെടും. മാത്രമല്ല, അങ്ങനെ ഒരു രാജ്യത്ത് ഒരു നിയമം വരേണ്ടത് അത് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന തീരുമാനം നമുക്ക് പറയാനേ കഴിയുള്ളൂ. പല ഘട്ടങ്ങളിൽ ചിന്തിച്ചുറച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഒരു ഘട്ടത്തിൽ സീറ്റ് കിട്ടാൻ വരുമ്പോൾ നേരെ മറികടൻ ചാടി സീറ്റ് കൊടുക്കുന്നതിനകത്ത് ഒരു നിയമനിർമ്മാണം ഭാവിയിലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ചാടി വന്ന് ഇപ്പുറത്ത് മത്സരിക്കുക, സീറ്റ് ഒഴിച്ചോടി. ഇപ്പോഴും പല പാർട്ടികളും 10-15 സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് വരും എന്ന് പറഞ്ഞിട്ട് മലീമസമാക്കപ്പെട്ടിരിക്കുകയാണ്. മിനിമം 1 വർഷമെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയാവാൻ കഴിയുള്ളൂ എന്ന ഒരു നിയമം രാജ്യത്തുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ചാടുന്ന പ്രവണത അവിടെ നിൽക്കും, സീറ്റ് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ അതൊരു പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ആചാരത്തിൻ്റെയൊക്കെ വിശ്വാസത്തിൻ്റെയൊക്കെ പോലെ എന്തെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് നിയമനിർമ്മാണം മാറി വരുന്നു എന്നതുപോലെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ഒരു തീരുമാനം ഇത്തരത്തിൽ അതിനെല്ലാ പാർട്ടികളും ഒരുമിച്ച് അഭിപ്രായം പറയട്ടെ. അല്ല, ഇന്നലെ വരെ ഞാൻ അരിവാൾ ചുറ്റികയിൽ കുത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഇന്ന് എന്നെ കൊണ്ടുവരും ഞാൻ കൈപ്പത്തിയിലാണെന്ന് പറയുമ്പോൾ എന്റെ മാനസിക സംഘർഷം ആര് കണ്ടുവന്നേ? അപ്പം ചോദിക്കാൻ നോട്ടയിൽ കുത്താൻ അങ്ങനെയല്ലല്ലോ. അതൊരു ന്യായീകരിക്കപ്പെടാവുന്ന ഒരു മൊറാൽ ഇതിനകത്തൊരു സംഭവമില്ലേ? എന്തിനൊരു മുറയിലില്ലേ? അതെല്ലാം മറികടന്നുകൊണ്ട് ചിന്തിച്ചാൽ സ്വാഭാവികമായും രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ. നേരെ CPM നിന്നുകൊണ്ട് മത്സരിച്ചിട്ട് നേരെ അടുത്ത ദിവസം താമരയിൽ മത്സരിക്കുന്നു. ആലോചിച്ചിട്ട് എങ്ങനെ നമ്മൾ എൻ്റെ നിങ്ങളെ ആ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഒരു ചിന്തയെ അത് ചോദ്യം ചെയ്യല്ലേ? സീറ്റുകളൊക്കെ കിട്ടുമായിരിക്കാം, ജയിക്കുമായിരിക്കാം, പക്ഷെ അതല്ലല്ലോ ശരി. അപ്പോൾ അത് വന്ന സാഹിത്യത്തിൽ പറഞ്ഞു നോക്കുള്ളൂ. എന്തായാലും ലാസ്റ്റിൽ സുധാകരൻ പറഞ്ഞത് കരഞ്ഞു പിടിച്ചിട്ടാണ് ഇറങ്ങി കേട്ടോ. പാവം വാസ്തവത്തിൽ വയസ്സുകാലത്ത് അദ്ദേഹത്തെ കരയിക്കേണ്ടതില്ലായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പോയപ്പോൾ നമ്മൾ ഏതൊരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ കഥാപാത്രം ഞാൻ ഓർക്കുന്നില്ല, നായകനോട് എത്രയും പൈസ ചോദിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് സിനിമയുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ എടുക്കട്ടെ. ചോദിക്കുമ്പോൾ എത്ര എമൗണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു $100 ചോദിക്കുന്നു, ഒരു 100 ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. 90, 80, 70, 10 രൂപയെങ്കിലും താടേ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞ പോലെ സുധാകരൻ ചോദിച്ചു പോലും ഒരാളെ ഞാൻ നിർദ്ദേശിക്കട്ടോ എന്ന് തിരിച്ചു വരുമ്പോൾ അനുയായികളുടെ ഒരാളെ എന്തൊരു ഗതികേടാണ് സുധാകരൻ. മറ്റൊന്നും പറയാനില്ല. മറ്റൊരു വസതി കാണാം.